നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് റോഡരികിൽ പാർക്ക് ചെയ്ത ടോറസ് ലോറിക്ക് പുറകിൽ മറ്റൊരു ലോറി ഇടിച്ച് അപകടം. ശനിയാഴ്ച പുലർച്ചെ 2:00-ഓടെയായിരുന്നു സംഭവം. പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ ഡ്രൈവർ പെരുമ്പിലാവ് ആനക്കല്ല് തേരിൽ 41 വയസ്സുള്ള രാജേഷിനെ നാട്ടുകാർ പരിക്കുകളോടെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും മണ്ണുമായി ചേറ്റുവ NH-ലേക്ക് പോകുകയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിനിടയാക്കിയത്. ഇടിയുടെ ആഘാതത്തിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ പള്ളിമാഞ്ഞാലിൽ ഹാഷിമിന്റെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. റോഡരികിൽ സ്ഥാപിച്ച ജലനിധിയുടെ കൂറ്റൻ പൈപ്പിന്റെ വാൾവും തകർന്നു. പൈപ്പിൽ തടഞ്ഞു നിന്നതിനാൽ താഴ്ചയിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായി. ഇടിയുടെ ആഘാതത്തിൽ 2 ലോറികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പോലീസെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിലെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാതേമ്പാട്ട് പറമ്പിലാണ് ശനിയാഴ്ച രാവിലെ 8 മണിയോടെ തീപിടിച്ചത്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിയതോടെ പരിസരത്ത് കറുത്ത പുക വ്യാപിച്ചു. റെയിൽപാളത്തിലേക്കും സമീപത്തെ പാമ്പിൻകാവിലേക്കും പടരുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൗസിന് സമീപം വാഹന അപകടം, 3 പേർക്ക് പരിക്ക്. ബസ് കാറിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ തെങ്ങിലിടിച്ചാണ് 3 പേർക്ക് പരിക്കേറ്റത്. ഗുരുവായൂരിൽ നിർത്തിയിട്ട കാറിന്റെ വാതിലിൽ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കാവീട് മമ്പറമ്പത്ത് വീട്ടിൽ രാഹുലിനാണ് പരിക്കേറ്റത്. തൈക്കാട് സെന്ററിൽ വെള്ളിയാഴ്ച രാത്രി 9:00-ഓടെയായിരുന്നു അപകടം. കാറിന്റെ വാതിൽ തുറന്നയുടനെ ബൈക്ക് വന്നിടിച്ച് യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീണു. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചുകോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബീകുഞ്ഞി ബീവിയുടെയും 168ാമത് ചന്ദനക്കുടം നേർച്ചയുടെ കൊടികയറ്റം നടന്നു. തെക്ക് വടക്കുഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാറം അങ്കണത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചയുടെ പ്രധാന ദിവസമായ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വടക്കുഭാഗം കമ്മിറ്റിയുടെ കാഴ്ച യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും തെക്കുഭാഗം കമ്മിറ്റിയുടെ കാഴ്ച അതിർത്തി സിദ്ദിഖ് മഹളറ പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച് കൊടിയേറ്റ കാഴ്ചകൾ 12 മണിയോടെ ജാറം അങ്കണത്തിലെത്തി കൊടിയേറ്റി. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു. തുടർന്ന് പ്രധാന കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തും. പുലർച്ചെ 2:30-ന് ബ്ലാക്ക് കോർപ്സ് കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നതോടെ നേർച്ചയ്ക്ക് സമാപനമാകും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വാർഷികാഘോഷവും സേവന കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി തിരികെ സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ KU ഹരിദാസ് മുഖ്യാതിഥിയായി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് PT ലില്ലി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന HSST ബോട്ടണി അധ്യാപിക K ഷീജ, HSA മാത്സ് അധ്യാപിക A ബിന്ദു, ലാബ് അസിസ്റ്റന്റ് PA ഷീന എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും JRC ക്യാപ്പിംഗ് സെറമണിയും ചടങ്ങിൽ നടന്നു. നഗരസഭാ കൗൺസിലർ ബീന ബാബു, VHSC പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, PTA പ്രസിഡന്റ് വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളത്ത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പാഴാകുന്നത് ലിറ്റർ കണക്കിന് കുടിവെള്ളം. പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എടുത്ത കുഴിയിൽ നിന്നാണ് ദിവസങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്നത്. കുടിവെള്ളം ലഭിക്കാതെ ജനം വലയുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ. കുഴിയെടുത്തതല്ലാതെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാനോ കുഴി മൂടാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിനെ തുടർന്ന് കുഴിയിൽ നിറയുന്ന വെള്ളം കവിഞ്ഞ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് ഒഴുകുന്നത്. വേനൽ കടുക്കുന്നതോടെ പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് കുടിവെള്ളം പാഴാകുന്നത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ചോർച്ച പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും വിരമിക്കുന്ന കായിക അധ്യാപകനുള്ള യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷജീന നാസർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുഷ ടീച്ചർ, വാർഡ് മെമ്പർ ബദുൽ സൈമൺ, പ്രിൻസിപ്പാൾ S കവിത, പ്രധാന അധ്യാപകൻ MV രത്നകുമാർ, SMC ചെയർമാൻ TD ദയൻ, സീനിയർ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ AP തോമസ് മാസ്റ്റർ സ്മാരക സമശീർഷ പുരസ്കാരം നേടിയ ലിജി ടീച്ചറെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി.
YWCA വർഷം തോറും സംഘടിപ്പിച്ചു വരാറുള്ള വാർഷിക എക്സിബിഷൻ ആൻഡ് സെയിൽ 2026 കുന്നംകുളം YWCA ഹാൾ അങ്കണത്തിൽ തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശ്രീജിത്ത് അവൻ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. YWCA പ്രസിഡന്റ് ബൈനി തര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എക്സിബിഷന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, സംഘടനാ സെക്രട്ടറി സുനിത മോഹൻ, ട്രഷറർ ബീത വർഗീസ് എന്നിവർ സംസാരിച്ചു. മേളയിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കി. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എക്സിബിഷൻ. കുന്നംകുളം നടത്തുന്ന സെയിൽ 2026ന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. സെയിലിൻ്റെ വേദിയിലേക്ക് എല്ലാവരെയും സഹർഷവും സ്വാഗതം ചെയ്യുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കുകൾ കത്തി നശിച്ചവരുടെ യോഗം ചേരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ ശക്തൻ നഗർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശം ക്രൗൺ ടവർ ഹാളിലാണ് യോഗം. നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും മറ്റും സ്വീകരിക്കേണ്ട തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനാണ് യോഗം നടത്തുന്നത്. വാഹന ഉടമകൾക്കും സുഹൃത്തുക്കൾക്കും യോഗത്തിൽ പങ്കെടുക്കാമെന്ന് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, സെക്രട്ടറി ഗോപകുമാർ എന്നിവർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,875 രൂപ, പവന് 1,03,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം എരുമപ്പെട്ടി തിപ്പല്ലൂർ നെടുനിലത്തിൽ സേവിയർ മകൻ തോമസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. അന്നമ്മ ഭാര്യയും സേവി തോമസ്, പരേതനായ മാത്യു തോമസ്, പരേത ടോസി തോമസ്, ജിൻസ തോമസ് എന്നിവർ മക്കളാണ്. വാഗ ചേലൂർ കണ്ണഞ്ചേരി പരേതനായ രാജൻ, ഭാര്യ ഭാനുമതി നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അനിൽകുമാർ, അനൂപ് എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് കുപ്പിക്കുന്ന് റോഡിന് സമീപം താമസിക്കുന്ന പതിയാനവളപ്പിൽ അബൂബക്കർ എന്ന ചെറിയ ഉണ്ണി നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് മഹൽ ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ബീവാത്തു ഭാര്യയാണ്. ഷക്കീർ, സുഹറ, റസിയ, റെജീന എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.